ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ എടുക്കാനായിട്ടാണ് ഇറങ്ങിയത്. നമ്മുടെ അടുത്തൊന്നും സൊല്യൂഷൻ സെൻറ്റർ ഇല്ല. അപ്പം അത് ഭയങ്കര മെനക്കേട്ട പരിപാടി എന്നിട്ട് അടുത്ത് സാധനങ്ങളില്ലെങ്കിൽ അത്യാവശ്യത്തിന് എടുത്ത് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ 5 കിലോമീറ്റർ താണ്ടി പോകണം എന്നുള്ള സ്ഥിതിയാണ്. ഇവിടെ ഞാൻ ഒന്നാക്കെ വന്ന് നോക്കി, ഇവിടെ ഒന്നും ഒരു സ്ഥലത്തും കാണാനില്ല. അപ്പോൾ ചേച്ചി പറക്കണം കേട്ടോ. 3 വീലിലേക്ക് അതൊക്കെ 4 വീലുണ്ടല്ലേ മൊത്തം. 1 ബാക്കിൽ തന്നെ 3 ഉണ്ട്, ഫ്രണ്ടിൽ 1 ഉണ്ട്, 4 വീലുണ്ട്. ടയർ മാറുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ചിലവാണല്ലേ. നമുക്ക് ബൈക്കിൽ 2 ടയർ മാറിയത്, അവർക്ക് 4 ടയർ മാറണം. നമുക്ക് വിഷയം പാവം കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പിന്നെ ശ്രദ്ധിക്കും, പക്ഷേ ഈ പൊല്യൂഷൻ നമ്മൾ എപ്പോഴും മറന്നു പോകും. എപ്പോഴും പണി കിട്ടുന്ന ഒരു സാധനമാണ് പൊല്യൂഷൻ. 6 മാസം കൊണ്ട് തീരുമല്ലേ. അപ്പോൾ പെട്ടെന്ന് അറിയൂല നമ്മൾ. കോപ്പ് പോലീസ് പിടിക്കുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കണം, അയ്യോ പൊല്യൂഷൻ തീർന്നു. അപ്പോൾ അതാണ് ഏറ്റവും വലിയ കേസെന്ന് പറയുന്നത്. ഞാൻ വന്ന വഴിക്ക് എന്തെങ്കിലും പൊല്യൂഷൻ്റെ ബോർഡ് നമ്മൾ ദൂരം നിന്ന് വെക്കുമ്പോഴേ കാണാൻ പറ്റും. അവരങ്ങനെ ആ രീതിക്ക് വെക്കുള്ളൂ. പക്ഷെ ഞാൻ ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ ഓട്ടോക്കാരുണ്ടോ, പുള്ളിക്കാരത്തിനടുത്ത് ചോദിച്ചു നോക്കാം. ഓ അങ്ങനത്തെ തന്നെ. ശരി ഏട്ടാ, നോക്കാം. അവിടെ ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഉള്ളല്ലേ. ശരി ഏട്ടാ. മഞ്ഞ കൂടെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എല്ലാം നല്ല സ്ഥലമെന്നാണ് പറഞ്ഞത്. ഞാനൊന്നും കണ്ടില്ല. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഈ പൊല്യൂഷൻ സെൻറ്റർ നോക്കി പോയിട്ട് അവസാനം ചെന്ന് ചാടിക്കിടക്കുന്ന പോലീസിനെ കൊണ്ടില്ലായിരിക്കും. ഒരു പൊല്യൂഷൻ സെൻറ്ററില്ലാത്ത ലോകമോ കഴിഞ്ഞാൽ എന്തോടെ അത്. റൈറ്റ് സൈഡ് എന്നാണോ പറഞ്ഞത്. അപ്പോൾ റൈറ്റ് സൈഡ് നോക്കിയാൽ മതി. എന്നാലും എൻ്റെ സാറേ ഇത് എവിടെയാടേ. പുള്ളിക്കാരൻ പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞ് ഇത് എവിടെയാണോ എന്തോ. എന്തായാലും വന്നതല്ലേ, എടുക്കാതെ അപ്പോൾ തിരിച്ചു പോകണത് നഷ്ടമല്ലേ. അങ്ങോട്ട് പോയി നോക്കാം. ഒരു പൊല്യൂഷൻ സെൻറ്റർ തപ്പി ഞാൻ ഈ ലോകം മുഴുവൻ കറങ്ങേണ്ട അവസ്ഥയാണല്ലോടേ. എന്തുവാടേ ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയാ. പൊല്യൂഷൻ സെൻറ്ററിനൊക്കെ വംശനാശം സംഭവിച്ചെന്ന് തോന്നുന്നു. ന്യൂട്രായി പോയി. അല്ലെങ്കിൽ ഒരു വിധത്തിലും ന്യൂട്രാവില്ല. വേണമെന്ന് വിചാരിച്ച് ന്യൂട്രാക്കിയാൽ ന്യൂട്രാവില്ല. എവിടെയെങ്കിലും ഒരു പൊല്യൂഷൻ സെൻറ്റർ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സാറേ ഒരു ഉപകാരമായേനെ. ഇപ്പം ഞാൻ ആരുടെ അടുത്ത് ചോദിക്കുന്നു. അയ്യോ അടച്ചിട്ടേക്കില്ലേ ഇത്. വാഹന പുനഃപരിശോധന കേന്ദ്രം. അല്ലെങ്കിലും നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ. ഒന്ന് നോക്കിയാണ് ഞാൻ അത്രയും ദൂരമേ കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് നോക്കിയാണ് വാഹന പുനഃപരിശോധന കേന്ദ്രം അടച്ചിട്ടേക്കുന്നത്. എന്ത് കഷ്ടപ്പാട് നോക്കണേ. കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം അല്ലേ. എന്തായാലും ഇവിടം വരെ വന്നില്ലേ. ഇടിവെട്ടിയൻ്റെ കടയിൽ പാമ്പ് അടിച്ചെന്നുള്ള അവസ്ഥയാണ്. ഇത്രയും നേരം ദൂരം പൊല്യൂഷൻ സെൻറ്റർ തപ്പി വന്നിട്ട് ഒരു പൊല്യൂഷൻ സെൻറ്റർ കണ്ടപ്പോഴാണെങ്കിൽ അത് അടച്ചു വിട്ടേക്കിന്. ഇതിലും വലിയ കഥയിട്ടും വേറെ എവിടെ ഉണ്ടാവും എൻ്റെ കർത്താവ് എന്ന് ജയസൂര്യ പറയുന്ന കണക്ക്. ഇതിലും വലിയ കഥ കേട്ടാൻ എവിടെ ഉണ്ടാവും. എങ്കിലും നമ്മളെ വിധിയൊക്കെ ഇതുപോലെയൊക്കെ തന്നെ. പക്ഷെ ഒരു സ്ഥലത്തും പൊല്യൂഷൻ സെൻറ്റർ ഇല്ല. ഇന്നിന് തുറക്കൂല്ലേ എന്തോ. അപ്പുറത്താ. അങ്ങനെ നമ്മൾ ഒടുവിൽ പുകപരിശോധന കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഇനി എങ്ങനെയാണെന്ന് നോക്കാം. ഒരുപാടുണ്ടല്ലോ വണ്ടി. ഇടിവെട്ടിയൻ്റെ ഇടയിൽ പാമ്പ് പിടിച്ചു എന്ന് പറയുന്ന അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ. പിന്നെയും വന്ന് നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ. എടാ ഇവിടെ ഇതല്ലാതെ വേറെ പൊല്യൂഷൻ സെൻറ്റർ എവിടെ ഉണ്ട്? ഇതല്ലാതെ വേറെ പൊല്യൂഷൻ സെൻറ്റർ എവിടെ ഉണ്ട് അറിയില്ലേ? ഉണ്ടോ? ശരി അതാ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇടിവെട്ടിയൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയണ അവസ്ഥ പോലെ ഞാൻ പറഞ്ഞില്ലേ. എവിടെ പരിപാടി ചെയ്ത് വിളിച്ചാൽ ഇത് തന്നെ അവസ്ഥ. ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ സൈറ്റ് ബ്ലോക്കായി കിടക്കണമെന്ന്. സൈറ്റ് ഡെഡായി അനക്കമില്ലാതെ കിടക്കണമെന്ന്. അപ്പോൾ അത് റെഡി ആവില്ലെന്ന്. എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഒരു വഴിക്കിറങ്ങിയാൽ ഒന്നും നടക്കാത്ത അവസ്ഥയാണ്. അയ്യോ അവിടെ കുറച്ച് നേരം ഒന്ന് പോസ്റ്റ് ആയപ്പോഴത്തേക്ക് അത് കിടക്കില്ല. അവിടെ നിന്ന് ഇത്രയും ദൂരം ഓടി എന്നിട്ട് ഒരു പൊല്യൂഷൻ സെൻറ്റർ ഞാൻ കണ്ടില്ല. വരണമെങ്കിൽ അടച്ചിട്ട്
അത് ശരി പോട്ട്, നമ്മളെ തലവരി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരെണ്ണം മണ്ണ് കണ്ട് തുറന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ട് ഒരാൾ അത് എടുത്ത് പാസ്സായി പോവുകയും ചെയ്ത് എടുക്കാൻ വന്നപ്പോഴത്തേക്കും അത് സൈറ്റ് ബ്ലോക്കായി പോയെന്ന്. എന്ത് ചെയ്യാനെന്ന് പറയാം പുല്ലി. ഇവിടെ പൊല്യൂഷൻ എടുക്കുന്ന സ്ഥലം എവിടെ ഉണ്ട്? പൊല്യൂഷൻ ഇടത് സൈഡില്ല. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യണോ? ശരി ലെഫ്റ്റ് സൈഡിലല്ലേ? ശരി ഏട്ടാ, താങ്ക്സ്. ഓക്കെ ശരി ഏട്ടാ. ഒരു പൊല്യൂഷൻ എടുക്കാൻ ഞാൻ കിടന്ന പാടേ. ടെസ്റ്റ് ചെയ്യുമെന്ന് തോന്നണല്ലേ? ഒടുവിൽ നമ്മളുടെ പൊല്യൂഷൻ എടുത്തു, പാസ്സായി. എന്തോ ഇതിന് ഇത്രയും കിടന്ന് വട്ടം തിരിഞ്ഞതിന് നമുക്ക് എന്തായാലും ഒരു ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം പുതിയ റൂൾസ് വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. ടെസ്റ്റ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ പാസ്സാണോ ഫെയിലാണോ എന്ന് പ്രിൻ്റ് വന്നാൽ മാത്രമേ നമുക്ക് അറിയാനും പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പാസ്സായാലും ഫെയിലായാലും നമുക്ക് പൈസ കൊടുക്കുകയും വേണം. ഇപ്പോൾ വണ്ടി സർവീസൊക്കെ ചെയ്യാതെ അതായത് പുകയൊക്കെ ആയിട്ട് വണ്ടി സർവീസ് ചെയ്യാതെ പുകയൊക്കെ ആയിട്ട് ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സർവീസ് ചെയ്തിട്ട് എൻജിൻ ഓയിലൊക്കെ മാറി സർവീസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വന്ന് പൊല്യൂഷൻ എടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഫെയിലാവാൻ ചാൻസ് ഉണ്ട്. ഫെയിലായാലും നമ്മൾ പൈസ കൊടുക്കണം. അവരതിൽ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ടെസ്റ്റിനാണ് പൈസ, പാസിനോ ഫെയിലിനോ അല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് അവർ ഉറപ്പായിട്ടും നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും. ഫെയിലായാലും പാസ്സായാലും പൈസ വാങ്ങിക്കും. അപ്പോൾ ഫെയിലാണോ പാസ്സാണോ എന്ന് നമുക്ക് പ്രിൻ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാനും പറ്റുള്ളൂ എന്നാണ് അവർ പറയണത്. അപ്പോൾ എന്തായാലും ഇനി പൊല്യൂഷനൊക്കെ തീർന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വണ്ടി സർവീസും കൂടെ ആയിരിക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ സർവീസ് ചെയ്തിട്ട് പോയി പൊല്യൂഷൻ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ വിജയശ്രീലാളിതരായിരിക്കുന്നു. പൊല്യൂഷൻ കിട്ടിയേ, പാസ്സായേ.